അമ്മ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന സാമ്പാറാണ്. അതിനു വേണ്ടിയുള്ള കഷ്ണങ്ങളാക്കി അമ്മ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ചേന, വെള്ളരിക്ക, തക്കാളി, പച്ചമുളക്, അവരപ്പയർ, ഉള്ളി ഇവയെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി കുക്കറിലോട്ട് കുറച്ച് പരിപ്പ് ഇട്ടിട്ടുണ്ട്. കായം, കട്ടക്കായം കുറച്ച്, അതിലോട്ട് ലേശം മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ ഉപ്പുപൊടി, അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ കുക്കറിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കുക്കർ അടച്ച് ഒരു 3 ചീറ്റ് വിസിലടിക്കുമ്പോൾ നിർത്തും. സ്വന്തം തൊടിയിൽ നിന്ന് അമ്മ പറിച്ചുകൊണ്ട് വന്നതാണ് സാമ്പാറിനകത്ത് കടുക് വറക്കാൻ. അതിനായി ആദ്യം ശകലം എണ്ണ ഒഴിക്കുക. അതിലേക്ക് ഇനി വറ്റൽമുളക്, 2 വറ്റൽമുളക്, കടുക്, ലേശം ഉലുവ, ലേശം ജീരകം ഇട്ട സാമ്പാറിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. കടുക് പൊട്ടിക്കഴിഞ്ഞ് ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കും. തീ ഞാൻ കുറച്ച്, കാരണം ഇതിൻ്റെ പൊടികൾ ഇടുമ്പോൾ കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. 1 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, മെയിനായിട്ട് ഇതിനകത്ത് സാമ്പാർ പൊടി 2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ടൊന്ന് ഇളക്കുക. ഇത് ഞാൻ പ്രത്യേകിച്ച് പുളി ചേർക്കുന്നില്ല, തക്കാളി ചേർത്തത് കൊണ്ട്. ഇനി വെന്തിരിക്കുന്ന സാമ്പാറിൻ്റെ കഷ്ണം ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. വെന്തിരിക്കുന്ന സാമ്പാർ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം കുറവാണെങ്കിൽ തിളച്ച വെള്ളം കുറവാണെങ്കിൽ നമ്മൾ ഇച്ചിരി തിളച്ച വെള്ളം, സാമ്പാറിന് വെള്ളം കുറവാണെങ്കിൽ തിളച്ച വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ സാമ്പാർ ഏകദേശം ഇപ്പോൾ റെഡിയായി വരുന്നുണ്ട്. ഈ കൂട്ടിലേക്ക് ഒരു നുള്ള് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് തിളയ്ക്കാൻ വേണ്ടി ഈ കൂട്ട് നല്ലതുപോലെ തിളച്ച് കഴിയുമ്പോൾ തീ നിർത്തുക. സാധാരണക്കാർക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയൊരു സാമ്പാറാണിത്. ഇഡലിയുടെ കൂടെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ഒരു സാമ്പാറാണ്. ഇന്നിവിടെ ഇഡലിയും സാമ്പാറുമാണ്. നല്ല സൂപ്പർ സാമ്പാറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സാധാരണക്കാർക്ക് പെട്ടെന്ന് വെക്കാൻ പറ്റിയൊരു സാമ്പാറാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ട് തുടങ്ങിയ ചാനലാണ്, നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഞങ്ങൾക്ക് വേണം.